സൈബർ ബുള്ളിയിങ് ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിയിങ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ രേണുസുധിയാണ്. പക്ഷേ ഇത് എവിടെയും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ഇവർ വളരെ ബോൾഡ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന നെഗറ്റീവ് റിയാക്ഷൻസ് ഒക്കെ ഇവർ വളരെ സ്മൂത്ത് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. രേണുസുധി എന്ന് പറയുന്നത് നമ്മുടെ മരിച്ചു പോയിട്ടുള്ള സുധി എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഇവർ സുധി മരിച്ചതിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ആക്റ്റീവായത്. ഇപ്പോൾ ഇവരുടെ ഫോട്ടോഷൂട്ടുകൾ പുറത്തു വരുന്നുണ്ട്, ഷോർട്ട് ഫിലിം പുറത്തു വരുന്നുണ്ട്, അത്യാവശ്യം റീൽസൊക്കെ ചെയ്ത് ഫെയിമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവർക്ക് ഈ ഭർത്താവ് മരിച്ചതിന് ശേഷം കിട്ടിയിട്ടുള്ള ഈ ഫെയിം പല ആളുകൾക്കും ദഹിക്കുന്നില്ല. കാരണം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ ഒരു മൂലയിൽ ഒതുങ്ങി കൂടണം എന്നുള്ള ചിന്താഗതിയാണ് പണ്ട് മുതലേ നമ്മുടെ സൊസൈറ്റിക്കുള്ളത്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകണം എന്ന് ആഗ്രഹിക്കുന്ന പല മനസ്സുകളും നമ്മുടെ ചുറ്റിനുമുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇവരുടെ ഈ ഒരു ഫെയിമോ അല്ലെങ്കിൽ ഇവരിങ്ങനെ ജീവിച്ചു പോകുന്നത് ദഹിക്കുന്നില്ല. അവരുടെയൊക്കെ അഭിപ്രായത്തിൽ ഏതെങ്കിലും കടയിൽ പോയി സെയിൽസ് ഗേളായിട്ടോ അങ്ങനെ എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കണമെന്നാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഫെയിം ഉണ്ടാക്കി ജീവിക്കുന്നത് പലർക്കും ദഹിക്കുന്നില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അവരുടെ ഇഷ്ടമാണ് അവരെന്ത് തൊഴിൽ ചെയ്ത് ജീവിക്കണം എന്നുള്ളത്. ഈ ഫോട്ടോഷൂട്ടുകൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്നതോ ഒന്നും ഫ്രീ ആയിട്ടായിരിക്കില്ല. അവർക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ടാവും. ഒരു കടയിൽ പോയി നിന്നിട്ടുണ്ട്, സെയിൽസ് ഗേളായിട്ട് പോയി നിന്നിട്ടുണ്ട്, ഒരു മാസം കിട്ടുന്നത് ഒരു പക്ഷേ അവർക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ ഫെയിം വഴി ഒരു ദിവസം ഉണ്ടാക്കാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ അവർ അതല്ലേ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അവർക്കറിയാം അവർക്ക് ഒരു മാസം കടന്നു പോകാനായിട്ട് എത്ര രൂപ അല്ലെങ്കിൽ എത്ര എമൗണ്ട് വേണം എന്നുള്ളത്. അപ്പോൾ അത് കണ്ടെത്തേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതനുസരിച്ച് അവർ കണ്ടെത്തി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമ്മൾ ഇതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് ഇത്രയും ഫെയിം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവർ ഉപയോഗിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മിടുക്ക് മാത്രമാണ്. അപ്പോൾ അതിൽ അസൂയപ്പെട്ടുകൊണ്ട് കുറേ ആളുകൾ ഇവരെ നെഗറ്റീവായിട്ട് ഭയങ്കരമായിട്ട് ബുള്ളിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പച്ചക്കുയിൽ മഞ്ഞക്കുയിൽ പോലത്തെ മീഡിയക്കാരുണ്ട്. അതായത് ഏതെങ്കിലും ഒരു വിയേർഡായിട്ടുള്ള ആംഗിളിൽ നിന്നും ഒരു ക്ലിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലിപ്പ് വിറ്റ് ജീവിക്കാൻ വേണ്ടി ഇരിക്കുന്ന കുറേ ആളുകൾ. അതായത് അവരുടെ മെയിനായിട്ടുള്ള കണ്ടൻറ്റേ ഇതാണ്. ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി മറ്റുള്ളവർക്ക് എങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാക്കി കൊടുക്കാം എന്നിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളാണ്. അങ്ങനെയുള്ള മീഡിയക്കാരുടെ ശല്യം കാരണമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത്രയും അധികം നെഗറ്റീവ് പബ്ലിസിറ്റി ആവാനായിട്ടുള്ള കാരണം. തന്നെ യൂട്യൂബിൽ വന്നിരുന്ന് ഇവരുടെ വീഡിയോസിനെ റിയാക്ട് ചെയ്ത്, അതായത് ഇവർക്ക് കിട്ടുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി, ആ നെഗറ്റീവ് പീപ്പിൾസിൻ്റെ വ്യൂസ് വാങ്ങാൻ വേണ്ടി ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നെഗറ്റീവ് പറയുന്ന കുറേ ആളുകളുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം, ഈ സൈബർ ബുള്ളിയിങ് ഒന്നും ഒരിക്കലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വരില്ല. അപ്പോൾ ഇവർ പോട്ടെ എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളിപ്പോഴും മുന്നോട്ട് ഇങ്ങനെ പോകുന്നത്. ഇതൊക്കെ തന്നെ പറഞ്ഞു. ഈ നെഗറ്റീവ് പറയുന്ന അല്ലെങ്കിൽ ഈ സൈബർ ബുള്ളിയിങ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നിങ്ങൾക്കതൊക്കെ മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണരുത്. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനും അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യാനും ഉള്ള ഓപ്ഷൻ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതിനാണ്. അല്ലാതെ ഒരാളെ വെറുതെ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം വേറൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് ഒരാളെ വെറുതെ ഇങ്ങനെ ബുള്ളിയിങ് ചെയ്ത് മാനസിക സമ്മർദ്ദത്തിലാക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളിങ്ങനെ നെഗറ്റീവ് പറയുന്നത് കൊണ്ട് ഇവർ നിർത്തും അല്ലെങ്കിൽ ഇവർ വേറെ എന്തെങ്കിലും തൊഴിലിലേക്ക് പോകും എന്നൊരു വിചാരം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വെറുതെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ്. അവർക്ക് നന്നായിട്ട് അറിയാം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവരൊരു പട്ടി വില പോലും തരാത്തത്.